ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളുടെ കണ്ടന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ എന്നോട് മോൻ്റെ മുടി അപ്പാച്ചി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് മുടി മുറിച്ചിട്ട് വരാം. വിഷുവിൻ്റെ അന്നാണ് നമ്മൾ പോകുന്നത്. ഞാൻ അവിടെ എത്തിയതിന് ശേഷം ആരും ഉണ്ടായിട്ടില്ല കേട്ടോ ബാബു ഷോപ്പിൽ. അങ്ങനെ ഞാൻ എന്താക്കി, ഫോൺ അവിടെ ഒരു സ്റ്റാൻഡ് പോലെ അവിടെ വെച്ചിട്ട് എന്നിട്ട് ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസങ്ങളായിട്ട് കുറേ കാലങ്ങളായിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഫെബി കുഞ്ഞിൻ്റെ മുടി മുറിക്കുന്ന വീഡിയോ ഫുള്ള് ഓൺ വോയിസിൽ തന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, എന്തായാലും ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയത്തൊന്നും ആരും സംസാരിക്കുന്നുണ്ടായിട്ടില്ല. കുഞ്ഞനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നതാണ് ഉണ്ടായത്. ആദ്യമൊക്കെ ഓൻ അനങ്ങാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൻ്റെ ക്ഷമ തെറ്റാൻ തുടങ്ങി. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ കട്ട് ഒട്ടും സെറ്റായിട്ടില്ല. ഇഷ്യൂവിൻ്റെ അന്ന് പോയതുകൊണ്ട് തന്നെ എല്ലാ ബാബർ ഷോപ്പും ക്ലോസ് ഉണ്ടായത്. എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹെയർ കട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് ബാപ്പാൻ്റെ കൂടെ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ഒരു ഹെയർ കട്ട് അപ്പാച്ചി കട്ടാണോ എന്നില്ല കാര്യം എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒട്ടും ക്ഷമ കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ ഭാഷ അറിയുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം നമ്മളിവിടെ പൂവത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളീസിൻ്റെ ആ ഒരു ബാബർ ഷോപ്പ് ഉണ്ട്, അവിടെ ആയിരുന്നു പോവലുണ്ടായത്. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ അവരെല്ലാം ക്ലോസ് ആയിരിക്കുമല്ലോ. അങ്ങനെ കുഞ്ഞ് ഈ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ആളിങ്ങനെ ഇടറിക്കൊണ്ടുണ്ട്. അപ്പോൾ പിന്നെ ഉപ്പാനോട് പറഞ്ഞ് ഞാൻ, ഉപ്പ എന്തായാലും കുഞ്ഞിനൊന്ന് മടിയിലിരുത്ത് പറഞ്ഞപ്പോൾ ഉപ്പ വന്നിട്ട് മടിയിലിരുത്താണ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഒരു ട്രിമ്മർ വെക്കുന്നത്. അപ്പോൾ ട്രിമ്മർ വെക്കുന്ന സമയത്ത് ഓന് അടങ്ങിയിരിക്കുന്നേ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉപ്പ വന്നിട്ട് ഉപ്പ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇല്ലതെല്ലാം ഓക്കെ. ഈ ഒരു ട്രിമ്മർ വെക്കുന്ന കാര്യം ഓനെ കൊണ്ടാവേ ചെയ്യില്ല. അത് നമുക്കായാലും ഒരു ഇച്ചിങ് ഉണ്ടാവുമല്ലോ, ഒരു ഇക്കിളിയാവുന്നത് പോലെ. അങ്ങനെ ആൾ ഫുള്ള് ഇടറാൻ വേണ്ടി തുടങ്ങി. എനിക്കാണെങ്കിൽ ആ തൊണ്ടയിൽ ഇങ്ങനെ കെട്ടിയിട്ട് കണ്ടിട്ട് അപ്പാകെ ടെൻഷനായി പോയി. ഇങ്ങനെ അവർ ആ തൊണ്ടയ്ക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാർട്ടൂൺ ആദ്യം വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് റിലാക്സ് ആക്കി ഇരുത്താൻ വേണ്ടി ശ്രമിച്ച്, അതിന് ശേഷം ഞാൻ ആ തൊണ്ടയ്ക്ക് കെട്ടിയിട്ടുള്ള ആ ഒരു കയറൊക്കെ ഒന്ന് അയച്ച് മാറ്റുന്നുണ്ടായിരുന്നു. ചിലപ്പം ഞാനിങ്ങനെ സമയമെടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ കുഞ്ഞുമക്കളായതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമ കാണിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഓൻ അവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് ട്രൈ ആക്കി നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫോണൊന്നും വേണ്ട, ഫോണിനോടൊന്നും ഒരു താല്പര്യമില്ല. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് പോകണമെന്നില്ല മൈൻഡായിരുന്നു. അങ്ങനെ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു മുടി കളയുന്നത്. നല്ലൊരു കാപ്പി കളർ മുടിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മുടി. അപ്പം കുറച്ച് ലെങ്ത്ത് കട്ട് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണിലേക്ക് പോകുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിങ്ങനെ മുടി മുറിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ മുടി എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ അപ്പം പാറി ഇങ്ങനെ ഒരുമാതിരി മുടിയാവും, ഡ്രൈ ആവും. അപ്പോൾ എല്ലാം കൊണ്ടും കട്ട് ചെയ്ത് സെറ്റാക്കുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ ആ ഒരു എന്താ പറയുക, മേത്ത് കെട്ടിയിട്ടില്ല ആ സാധനങ്ങളെല്ലാം ഒന്ന് ഒഴിച്ച് മാറ്റിയതിന് ശേഷം ഉപ്പാൻ്റെ മടിയിൽ അവനെ ഇരുത്തി. അസിക്കാൻ്റെ മുടി ചെറുതിൽ ഇങ്ങനെ ഈ ഒരു കളറായിരുന്നു പോലും. അപ്പോൾ അവരുടെ മുടി ഭയങ്കര കേളി ഹെയർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവൻ്റെ ഇത് സ്ട്രെയിറ്റ് ആണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറാണ്. റാസിഖാൻ്റെ മുടി ചില മുടികളെല്ലാം അതുപോലെ തന്നെ ഈ ഒരു കളറിലാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. അപ്പം ഇവൻ്റെ ഫുള്ളും ഈ ഒരു കളറായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാനിങ്ങനെ റാസിക്കാരോട് പറയാം, എനിക്കിഷ്ടമായി ഇവൻ്റെ മുടി, നല്ല രസമല്ല. അപ്പോൾ ഒരു പറയും എനിക്ക് വലുതായി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മുടി ചിലപ്പോൾ ഇവൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല, ബ്ലാക്ക് മുടി ആയിരിക്കും അവൻ്റെ ഇഷ്ടം. അതുകൊണ്ട് നിനക്കിഷ്ടമാണെന്ന് വെച്ചിട്ട് നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ സംസാരങ്ങൾ ചില ദിവസങ്ങളിൽ ഉണ്ടാവുക. പക്ഷെ പണ്ട് എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല മുടിയായിരുന്നു. അപ്പം മുടീൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ഇങ്ങനത്തെ ഈ ഒരു കാപ്പി കളറായിരുന്നു ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇല്ല കേട്ടോ. ഇപ്പം ശരിക്കും ബ്ലാക്ക് കളർ തന്നെയാണ്. മോളെ മുടിയും ചില ആംഗിളിൽ നോക്കുമ്പോൾ ആ ഒരു ബ്രൗൺ കളർ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവൻ്റെ അത് വേറെ തന്നെ ഒരു ബ്രൗൺ ആണോ എന്താ കളറെന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു കളറാണ് ഇവൻ്റെ. എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ശരിക്കും എന്താ പറയുക, വേറിട്ട് നിൽക്കും. നമുക്കിങ്ങനെ രസമാണ് കാണാൻ, നല്ല രസമാണ്. അങ്ങനെ നമ്മൾ 2-3 ആൾക്കാരെ പിടിച്ചിട്ടാണ് ഇപ്പോൾ ആൾക്ക് ട്രിം ചെയ്ത് കൊടുക്കണത്. അപ്പം ഒട്ടും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ചെയ്യണത്. ഈ ഒരു ട്രിം ചെയ്യണത് എന്നോട് താല്പര്യമേ ഇല്ല. കാരണം ഭയങ്കര ഇച്ചിങ് ഉണ്ടാവുമല്ലോ.
അങ്ങനെ കുറേ സമയം ബലം പ്രയോഗിച്ചിട്ടൊക്കെ എന്താക്കി കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജക്കാനോട് ഒഴിവാക്കിയ ഇത്ര മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒഴിവാക്കിയത്. അങ്ങനെ ജസ്റ്റ് ആ ഫ്രണ്ടിലുള്ള മുടിയൊക്കെ ഹെയർ ലെങ്ത് ഒന്ന് കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങാനുണ്ടായത്. അപ്പം കുറേ സമയത്ത് അവൻ്റെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ വിചാരിച്ച ആ ഒരു ലുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവൻ്റെ ഒരു കണ്ണിൽ മുടി വീഴുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ഇങ്ങനെയെങ്കിലും ഇരുന്ന് തരുന്നതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. മോള് ചെറുതിലെ സമയത്ത് നമ്മളിങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോയാൽ ഇരിക്കേയില്ല. ഓക്ക് ഭയങ്കര പേടിയാണ്. നോക്ക് ഇരിക്കുന്നില്ല എന്ന് വെച്ചാൽ അവിടെ കയറി വരും ചെയ്യില്ല. അങ്ങനെ ഇത്താത്ത ഞാനൊക്കെ വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് ഹെയർ അധികം കട്ട് ചെയ്ത് കൊടുക്കലുണ്ടായത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഓന് ഇത്ര ചെറിയൊരു ഇടങ്ങേറ് മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടില്ല ആ ഒരു ഹെയർ കട്ടും വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.